അതെ, ഞാനിവിടെ കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈത്തപ്പഴം വെച്ചിട്ട് ഒരു ക്വിക്ക് റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയ സമയത്ത് അവരുടെ മോള് ഹൗസ് അറ്റൻസിക്ക് പഠിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധനമൊക്കെ എടുത്ത് വെക്കാമായിരുന്നേ. അപ്പോൾ അങ്ങനെ ഈത്തപ്പഴമൊക്കെ എടുത്ത് വെക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ജസ്റ്റ് ഇങ്ങനെ കഴിക്കാൻ തന്നതാണ്. അപ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാനത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈത്തപ്പഴം ഇങ്ങനെ കഴിക്കുന്നത്. അപ്പം നമുക്ക് അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അവർ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. ഭയങ്കര ഈസിയാണ്. ആദ്യം നമ്മളൊരു പാനിലേക്ക് കുറച്ചധികം തന്നെ നല്ല നെയ്യില്ലേ, അപ്പോൾ ഗീ അതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കുരുവൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഈത്തപ്പഴം ഇട്ടിട്ട് ഇതുപോലെ കുറച്ച് സമയം ഒന്നിങ്ങനെ വരട്ടിയെടുക്കുകയാണ്. അങ്ങനെ ഉടക്കിയല്ല, നമ്മളിങ്ങനെ ആ ഒരു എല്ലാ ഭാഗത്തേക്ക് ആ ഒരു നെയ്യ് ഇങ്ങനെ എത്തുന്ന രീതിയിലൊന്നിങ്ങനെ ചൂടാക്കിയെടുക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും കേട്ടോ. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് അവിടുന്ന് കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പൊതുവേ എനിക്ക് ഈത്തപ്പഴം ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. ഭയങ്കര ഹെൽത്തി ആണെന്നൊക്കെ അറിയാം, എന്നാലും എനിക്ക് അധികം ഇഷ്ടമല്ല ഈത്തപ്പഴം. അപ്പോൾ ഇങ്ങനെ ആക്കി നോക്കിയപ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റ് തന്നെയായിരുന്നേ. അങ്ങനെ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് വരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതിലൊരു 1/4 ഭാഗത്തോളം ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വൈറ്റ് എള്ളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എള്ളുണ്ടാവില്ല, ബ്ലാക്കും അതുപോലെ വൈറ്റും ഉണ്ടാവില്ല. ഈ നമ്മളെ ബർഗറിൻ്റെ മേലൊക്കെ ഉണ്ടാകുന്ന ഒരു വൈറ്റ് എള്ളില്ലേ, അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളുടെ ഒന്നാമത്തെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു എള്ളിങ്ങനെ കടിക്കുകയും അതുപോലെ ആ ഒരു നെയ്യും ഈത്തപ്പഴം എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ബാക്കി 1/4 ഭാഗം ഞാൻ ഇതുപോലെ എള്ളൊന്നും ചേർക്കാതെ ഇതുപോലെ തന്നെ എടുക്കുന്നുണ്ട്. അതും ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ എള്ളില്ല എന്നുണ്ടെങ്കിലും ചിലർക്ക് എള്ളിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടാവില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാലും മതി. നമ്മുടെ നാട്ടിലങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, കോഴിക്കോടൊന്നും. പക്ഷേ ഇവിടെയൊക്കെ ഉണ്ടോ, ഇനി നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നേരത്തെ കഴിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.